ഫ്രണ്ട്സ് അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ടാക്കാൻ ഈസിയാണ് അതുപോലത്തെ ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ശരിക്ക് ചെത്തിക്കളയണം കേട്ടോ. അതിന് ശേഷം അതിൻ്റെ കുരുവും കളഞ്ഞിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറുനാരങ്ങയുടെ തൊലിയില്ലേ, അതിൻ്റെ വൈറ്റ് പോർഷനൊക്കെ ഉള്ളിലത്തെ കളഞ്ഞതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു ഫ്ലേവർ കിട്ടും. ഇല്ലയെന്ന് വെച്ച് ഒരു നിർബന്ധമില്ല കേട്ടോ. ഒരു ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല തണുത്ത ചിൽഡ് വാട്ടർ ആട്ടോ അതിലൊഴിച്ച് കൊടുക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലുള്ള ഒരു ജാറിൽ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക കേട്ടോ, തെറിച്ചൊക്കെ പോകാതെ. അപ്പോൾ ഇങ്ങനത്തെ മിക്സിയിലെ ജാറൊക്കെ ആണെങ്കിൽ സിമ്പിളാണ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ അതാ നമ്മളൊരു 15 സെക്കൻഡ് ആയപ്പോഴത്തേക്കും നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അതാ ഒരു വേറൊരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് ഞാനിതാ ജ്യൂസർ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നല്ലൊരു മണം കേട്ടോ ഇതിന്, നല്ല ഫ്രഷ് ജ്യൂസിൻ്റെ ഒരു മണം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മളെ ടാങ്കിൻ്റെ പൗഡറില്ലേ, അത് ഏതായാലും കുഴപ്പമില്ല. നമ്മളതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഐസ് ക്യൂബും ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് മധുരം കുറച്ചിട്ട് കൊടുത്താൽ മതി, ഓൾറെഡി ഇതിൽ മധുരം വരുന്നതാണ്. ഒന്ന് നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ച് കൊടുക്കുക. ഇതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് മിക്സിയുടെ ജാറിൽ അടിക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യേക ഒരു കൊഴുപ്പ്, അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വെളിയിലേക്ക് വരും. മറ്റത് നമ്മൾ സാധാരണ പഞ്ചസാര ഇട്ട് ഇളക്കുമ്പോൾ ഉള്ളൂ അതത്ര ഒരു ടേസ്റ്റുള്ള സാധാരണ നാരങ്ങ വെള്ളമൊക്കെ പോലെ ഇരിക്കും. ഇനി അത് പഠിച്ചത് വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് തന്നെ നമ്മൾ പാൽപ്പൊടി ഇട്ടടിക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റ്, മാഷാ അല്ലാ. നമ്മൾ ഒരുപാട് പേര് നമ്മുടെ വീട്ടിൽ വന്ന് കുടിച്ചിട്ടൊക്കെ ഉള്ള ജ്യൂസാണിത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക. ഓൾറെഡി ഇതിൽ മധുരം ഉണ്ടല്ലോ. ഐസ് ക്യൂബ് മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. തണുത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങനെ അടിച്ച് കൊടുത്താണ്ടല്ലോ, നമ്മൾ പറയുന്നത് നല്ല പതഞ്ഞ് നല്ല പ്ലഫി പോലെ ഇരിക്കും കേട്ടോ ഈ ജ്യൂസ്. കുടിച്ചാലും നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു റീഫ്രഷിങ്. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ജ്യൂസർ ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതായിരിക്കുമൊന്നും വേണ്ട കേട്ടോ, അത് നേരിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. വിസിറ്റേഴ്സൊക്കെ വരുമ്പോൾ നമുക്കിത് 3-4 ഗ്ലാസ്സിലേക്ക് കൊണ്ടുപോയി കൊടുത്താണ്ടല്ലോ, അവരൊരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ അടുത്ത ഗ്ലാസ് എടുത്ത് കുടിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ വന്നിട്ട് ബീട്രൂട്ട്, നമ്മൾ ചെറിയൊരു പോർഷൻ ബീട്രൂട്ട് എടുക്കുന്നുണ്ട്. ഒരു 5-6 ചെറിയ പീസാണേ. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. നമുക്കിപ്പോൾ ഈ 2 ഗ്ലാസ്സിനുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളിതുപോലെ തന്നെ നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഐസ് ക്യൂബും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ നമ്മുടെ പാൽപ്പൊടിക്ക് പകരം നിങ്ങൾ തിളപ്പിച്ചാറി കുറുക്കി വെച്ച പാൽ ചേർക്കാം കേട്ടോ. അതും വെച്ച് അടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അരിക്കണമെങ്കിൽ അരിക്കുക, ഇല്ലെങ്കിൽ അങ്ങനെ കഴിച്ചു നേരിച്ച് കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ബീട്രൂട്ടൊന്നും കഴിച്ചു നേരിച്ച് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഭയങ്കര റിച്ചായിട്ടുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിലേക്ക് നമ്മളുടെ ബീട്രൂട്ടൊക്കെ ഒരുപാട് ആവശ്യമുള്ള കാര്യങ്ങളാണ്, ബ്ലഡൊക്കെ ഉണ്ടാകാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും എസൻസൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത്. നിങ്ങളൊന്ന് ഷെയറാക്കി കൊടുക്കുക ഫാമിലി ഉള്ളവർക്കൊക്കെ. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇനി കാണുന്നത് വരെ മാസ്സലാമ.